സ്വപ്നത്തിൽ മാലാഖ യോസേപ്പ് പിതാവിനോട് പറഞ്ഞു, വേഗം എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഹെറോദേസ് ശിശുവിനെ വധിക്കുവാൻ ആലോചിക്കുന്നു. യോസേപ്പ് പിതാവ് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ സാക്ഷാൽ ലൂസിഫർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അടക്കിയ സ്വരത്തിൽ യോസേപ്പ് പിതാവിനോട് പറഞ്ഞു, എന്താ ജോസഫേ, ദുസ്വപ്നം കണ്ടോ? പേടിച്ചു പോയോ? നീ ആ ദുസ്വപ്നം ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല, അതൊരു ദുസ്വപ്നം മാത്രമാണ്. നീ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നിനക്ക് എങ്ങനെ പോകാൻ സാധിക്കും? നിനക്കറിയോ, നിൻ്റെ പൂർവികരായ ഇസ്രായേൽക്കാർ 40 സംവത്സരം എടുത്തു ഈജിപ്തിൽ നിന്ന് ഇവിടെ വരാൻ. അതേ ദൂരമാണ് നിനക്ക് ഈ ശിശുവിനെയും അമ്മയെയും കൂട്ടി താണ്ടേണ്ടി വരിക, പോകേണ്ടി വരിക. നിനക്കത് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 40 വർഷമെടുത്ത്. തന്നെയുമല്ല, ഇസ്രായേൽക്കാർ ഇങ്ങോട്ട് വന്നപ്പോൾ ദൈവം അവർക്ക് പകല് മേഘശകലമായി രാത്രിയിൽ ദീപസ്തംഭമായും മാർഗദർശനം നൽകിയിരുന്നു. കാടപ്പക്ഷിയെയും മന്നയും അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. തന്നെയുമല്ല, മോശയുടെ കയ്യിൽ ചെങ്കടൽ പിളർന്ന് വഴി ഒരുക്കുവാൻ തക്ക കഴിവുള്ള വടിയുണ്ടായിരുന്നു. നിൻ്റെ കയ്യിലുള്ള ഈ ചെറിയ വടിക്കതിന് സാധിക്കുമോ? നിനക്ക് പാറയിൽ നിന്ന് ഈ വടി കൊണ്ടടിച്ച് വെള്ളം പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? അഥവാ സാധിച്ചാൽ തന്നെ നീ എങ്ങനെയാണ് ചാവുകടൽ കടക്കുക? ചെങ്കടൽ നീ എങ്ങനെ കടക്കും? അത് നിനക്ക് കടക്കാൻ സാധിക്കുമോ? നീ ഒന്ന് നോക്കിക്കേ. നീ നിൻ്റെ വടി വീശി ചെങ്കടൽ പകുത്താൽ തന്നെയും ആ വെള്ളത്തിനടിയിൽ ധാരാളം ചെളിയില്ലേ? ആ ചെളിയിൽ നിങ്ങൾ പൂണ്ടു പോകില്ലേ? നീ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മോശ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരുന്നിട്ട് പോലും ഈ വാഗ്ദാന ദേശത്ത് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ലല്ലോ. അപ്പം നിനക്കവിടെ എത്താൻ സാധിക്കുമെന്ന് നീ തോന്നുന്നുണ്ടോ? നീ വെറുതെ വിഡ്ഢിത്തം കാണിക്കരുത് കേട്ടോ. ഇത് വെറും സ്വപ്നമാണ്. നീ ഒരു സ്വപ്നജീവിയായിപ്പോയല്ലോ. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങോട്ട് പോകണ്ട, ഈജിപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നീ ഒരു കാര്യം ചെയ്യൂ. നിൻ്റെ മറിയത്തിൻ്റെ ചാർച്ചക്കാരിയില്ലേ എലിസബത്തിനൊരു ശിശു ഉണ്ടല്ലോ. ആ എലിസബത്ത് ശിശുവിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കിക്കേ. വേണമെങ്കിൽ നീ അവിടെ പൊക്കോ, മറിയത്തെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടാൽ പോരെ. അവിടെ കുറച്ചാൾ പോയി താമസിക്കട്ടെ. ഇനി അതിനും സാധ്യമല്ലെങ്കിൽ നീ എന്നെ ഏൽപ്പിക്കും ശിശുവിനെ. ഞാൻ നോക്കിക്കോളാം. നീ എന്നെ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി. ഞാനവനെ സംരക്ഷിച്ചോളാം. അല്ലാതെ വിഡ്ഢിത്തം കാണിക്കരുത്. ഇനി അഥവാ നീയും ശിശുവും മറിയവും ഇവിടെ നിന്ന് ഒളിച്ചോടിയാൽ തന്നെ നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഹെറോദേസിൻ്റെ പട്ടാളത്തിന് നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളെ വധിക്കാൻ പറ്റില്ല? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ വിഡ്ഢിത്തമൊന്നും കാണിക്കില്ലേ. നീ പോകേണ്ട ആവശ്യമില്ല. നീ ഇവിടെ തന്നെ തങ്ങിക്കോ. നിന്നിൽ ഇഷ്ടംപോലെ സ്വർണവും മീരയും കുന്തിരക്കമൊക്കെ ഇല്ലേ? അതൊക്കെ വിറ്റ് ആ കാശ് കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ പോരെ. അതല്ലെങ്കിൽ നീ എന്തു ചെയ്യും? അത് നീ എന്നെ ഏൽപ്പിച്ചേരെ, ഞാൻ സൂക്ഷിച്ചോളാം. ശബ്ദം കേട്ട് മറിയം എഴുന്നേറ്റ് വന്നു. സാത്താനെ കണ്ടു. മറിയം പറഞ്ഞു, സാത്താനെ, ദൂരെ പോവുക.